കൈസ് ഞാൻ ഇന്ന് അമ്മ വീട്ടിലാണ്. ഞാൻ എപ്പോഴും അമ്മ വീട്ടിലായിരുന്നു, ഇന്നും അമ്മ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഫങ്ഷനല്ല, ഒരു ഒരു ആണ്ടുണ്ട് ഞങ്ങളുടെ അങ്കിളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം, വരൂ കൈസ്. അപ്പോൾ പിന്നെ ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാ ഒരു ഹെയർ കളർ ചെയ്തായിരുന്നു. പക്ഷെ അത് വന്നില്ല എന്നെനിക്ക് തോന്നുന്നു. വന്നിട്ടില്ല ഗൈസ്. 15 രൂപയുടെയാണ്. അപ്പം നമുക്ക് ചെയ്യാം. ആൻറ്റിൻ്റെ ഡ്രസ്സ് മാറണം. അപ്പം നമുക്ക് ചെയ്യാം ഗൈസ്. വരൂ ഗൈസ്. അപ്പം ഞാൻ ആദ്യം പോയി ഡ്രസ്സ് മാറാൻ പോണ്. അപ്പം ഈ ഒരു പച്ച ഫ്രോക്കാണ് ഞാൻ ഇടുന്നത്. കാണിക്കാം. ക്യാമറ പിടിച്ചിട്ട് ഈ ഒരു ചൈനക്കാരുടെ കൈ കൊടുത്ത് ഈ ഒരു പച്ച ഉടുപ്പാണ് ഇടുന്നത്. അപ്പം ഞാൻ ഇട്ടിട്ട് വരാം. ഹലോ ഗൈസ്. അപ്പം താഴെ മൊത്തം അലമ്പായതുകൊണ്ട് ഞാൻ മുകളിലേക്ക് തന്നെ കയറി വന്നു. ഇവിടെയാണ് മൊബൈൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് വെച്ച് സുഖമായി ചെയ്യാം. ഞാൻ ആദ്യം ഈ ഉടുപ്പ് പോയിട്ടിട്ട് വരാം. ടാറ്റാ. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഉടുപ്പ്. ഞാൻ പറഞ്ഞ ചൈന കോളർ. ഇനി ഞാൻ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത് പ്ലീസ്. ഞാൻ ഓൾറെഡി എൻ്റെ കമ്മലിട്ടു. മുടി ജസ്റ്റ് ക്ലിപ്പ് കുത്തി ഞാൻ ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഫോൺ തലയും കുത്തി വെക്കാൻ പോവാണ്. വെക്കണോ? വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു. ഓക്കെ, നമുക്കിനി മേക്കപ്പ് ചെയ്യാം. ഒത്തിരി സാധനമൊന്നുമില്ല ഗൈസ്. എനിക്ക് കണ്ണാടി ഉള്ള സ്ഥലത്ത് പോയിരുന്ന് ചെയ്താലേ നമ്മൾക്ക് വർക്ക് ആവത്തുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാം. നമ്മൾ കയ്യിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട്. ലിബമാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഒത്തിരി എനിക്കിഷ്ടമില്ല. പിന്നെ നമ്മുടെ ഐലൈനർ ഉണ്ട്, ഡാസ്ലർ. പിന്നെ നമ്മുടെ കയ്യിലൊരു ബുഷ് ഉണ്ട്. ബുഷ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലൊരു സൺസ്ക്രീം ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ജുംക്ക ഇടണോ ഇതിനാണ്. അത് നമുക്ക് എന്തായാലും ചെയ്യാം. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യും. ചെറുതാണ്, തിരാവൈ. തീർന്നോ? യെസ്. നമുക്ക് അപ്ലൈ ചെയ്യാം. ഗൈസ്, കണ്ണാടിയൊന്നുമില്ല. ഞാൻ ഫോണിൽ നോക്കിയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ ഞാൻ എഴുതി നോക്കി എങ്ങനെ എഴുതും ഗൈസ്. നമുക്ക് എഴുതാം. മിക്കവാറും തെറ്റിപ്പം. അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് എഴുതിയിട്ട് വന്നു. ഞാൻ കണ്ണൊക്കെ എഴുതി. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടണം. ഞാൻ അങ്ങനെ ബ്രാൻഡൊന്നും ഉപയോഗിക്കാറില്ല. ഉള്ള ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിടും. എന്നാൽ ചൂടാ ഗൈസ്.
ഓക്കെ, ഈ നമുക്ക് വായിച്ച് മണം കിട്ടാൻ വേണ്ടി നമ്മൾ കോൾഗേറ്റ് എന്തോ ഒരു വായിച്ച് മണം മറന്ന സാധനം പഠിക്കാൻ പോയി. ഞാനത് ഇതെൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആണ് ഇത്. പുള്ളിക്കാരൻ ഇവിടെ കസേര ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു സാനിറ്റൈസറാണ് കടിക്കാൻ. വീഡിയോ കൊളാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്യുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മുടിച്ചിട്ടെന്ന് പറഞ്ഞു തരാമേ. ആദ്യം നമ്മളിതാ ഇപ്പോൾ ചെരമയ്ക്ക് നിവർത്തിയിട്ട് നമ്മൾ നടുക്കുന്ന വകിച്ചിലെടുക്കാം. നടുക്കുന്ന വകിച്ചെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 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 പിരിച്ച് 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 കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ലൈറ്റ് വെച്ച കളറുണ്ട്. ലൈറ്റ് വെച്ച ഇത് ലൈറ്റ് വെച്ചല്ല, വൈറ്റ് ഫ്ലിപ്പാണ്. കുഴപ്പമില്ല, വൈറ്റും എനിക്ക് പച്ച പോലെ ഇരിക്കുന്ന വൈറ്റ് ക്ലിപ്പ് കൊടുത്താൽ എൻ്റെ ബ്രദറിലോ സംസാരിച്ചുകൊണ്ടാട്ടോ ഞാൻ നിർത്തി പോസ് ചെയ്തിട്ട് വീഡിയോ അയക്കുന്നത്. ആർക്കും ഒന്നും തോന്നരുത്. ഇതൊന്നും ഞാൻ പിടിച്ച് കിട്ടും. ചൂടായി നമുക്ക് ഇവിടുത്തെ ബാങ്കിൾസ് ഇങ്ങനെ അങ്ങോട്ട് നിവർത്തുന്നത് തീരാ. കാണുന്ന മേളിലൊക്കെ പറ്റിയിട്ടുണ്ട്. ഹിഹി. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന സംഭവം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണ്, ഇത് നമ്മുടെ ഇതെന്താ. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. ഹെയർ കളർ ചെയ്യാൻ വേണ്ടി ഞാൻ 15 രൂപയുടെ എന്തോ ഒരു സംഭവം മേടിച്ചായിരുന്നു. ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ മുടി ഈ സൈഡത്തെ മുടി ചെയ്തപ്പോഴത്തേക്കും മുടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വര, പിന്നെ ഇവിടെയും കുറച്ച് കൂടുതൽ വരയായിരുന്നു. ഇത്രയുണ്ട്. പക്ഷെ കളർ വന്നില്ല. അതിൻ്റെ പുറത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചു, ഷാമ്പു കൊണ്ടിട്ടു. ബെസ്റ്റ്. അത് മൊത്തം വലിച്ച് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഓർ സബ്സ്ക്രൈബ്. നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി കമൻസ് ഒന്നും വരുന്നില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് കമൽ ഇഷ്ടപ്പെട്ടൊന്നും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.